ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ അധികമൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എന്നാലും എന്നെ കൊണ്ട് കഴിയണ പോലെ കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള രാവിലത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അടുക്കളയത്തെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഉമ്മറത്തേക്ക് വന്നതാണ്. അപ്പോഴത്തേനും ആദ്യം എണീറ്റിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്, അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയും കടിയാക്കലാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറിനൊക്കെ അപ്പത്തിന് അമ്മ വെള്ളം വെക്കും കേട്ടോ. പിന്നെ അത് അവിടെ തേങ്ങ പൊളിക്കുന്നുണ്ട്, തേങ്ങ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ അമ്മ അവിടെ ചിരകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കടലയും കാര്യങ്ങളൊക്കെ ഇതാ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ട് അപ്പുറത്തും വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ ഈ പറഞ്ഞ മാതിരി നല്ലൊരു ഓട്ടപ്പാച്ചിലാട്ടോ. ആദ്യം പോണ വരെ ഭയങ്കര ഓട്ടപ്പാച്ചിലാണ്. പക്ഷെ അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലാണെങ്കിലും പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിരിക്കും, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. ഇതാ അടുക്കളയത്തെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഇനി വേഗം പോയി കുളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം പല്ലേപ്പിക്കലും കുളിപ്പിക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റാണ് കേട്ടോ ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ ഗ്രീഷ്മ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കേട്ടോ അവളിങ്ങനെ മുഖം പൊത്തുന്നത്, രാവിലത്തെ കോലൊന്നും ആൾക്കാരെ കാണിക്കേണ്ടെന്നൊക്കെ പറയുകയാണ് അവൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ആദിക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചായ കൊടുക്കാറില്ല കേട്ടോ, പുട്ടും കടലക്കറിയും കൂടിയിട്ട് അവന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറിയൊക്കെ തൊട്ട് സുന്ദരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആദിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള സ്നാക്സും അതേപോലെ ചോറും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാൻ ആൾക്ക് ഇപ്പോൾ കുറച്ച് മടിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഉപ്പേരിയും കാര്യങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് വീട്ടിൽ തന്നെയാണ് കേട്ടോ വണ്ടി വെക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിലിപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വണ്ടി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അത് ആദ്യം സ്കൂളിലൊക്കെ കൊണ്ടാക്കി ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കോട്ടാണെങ്കിൽ അത്ര ഇറക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് നനഞ്ഞത്. എന്നാലും മീതെ ഭാഗമൊന്നും നനഞ്ഞില്ല, അടിയിലൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മയും ഗ്രീഷ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അവൾക്ക് ചെറിയ രീതിക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, പെട്ടെന്ന് പോയി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വേഗം പോയി കാണിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അമ്മയൊക്കെ വന്നതിന് ശേഷം അവർ വരുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പവും കലത്തപ്പം അങ്ങനത്തെ സംഭവമില്ലേ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കലത്തപ്പം വലിയ ഇഷ്ടമായില്ല, പക്ഷേ ഉണ്ണിയപ്പം ഞാൻ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചു. കാരണം ഇതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒന്നും നടന്നിട്ടില്ലല്ലോ അതുകൊണ്ട്. പിന്നെ അമ്മയും ഗ്രീഷ്മയൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഫോണിൽ ഓരോന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛനും ഉമ്മർത്തിരുന്നിട്ട് എന്തോ കണക്കെഴുത്തും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛനും മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണിത്. ഇനി ഒരു 3 മണി 3:30 കൂടിയിട്ട് ഞാൻ ആദ്യം സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകട്ടാ. ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ ഉണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഫുഡ് കഴിക്കലുണ്ട്, ഞങ്ങൾ ഇവിടെ ഉമ്മറത്തിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. ഇപ്പം മഴയൊക്കെ മാറിയിട്ട് വെയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആദ്യനെ കൊണ്ടുവരാൻ ഇറങ്ങുമ്പോഴത്തേനും മഴയായിരിക്കും കേട്ടോ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഞാൻ വിചാരിച്ചത്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യനൊക്കെ പോയിട്ട് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ ഇവിടെ അടുക്കളയിൽ ഗംഭീര പരിപ്പുവട ഉണ്ടാക്കണ പണിയിലാട്ടോ അമ്മയും ഗ്രീഷ്മയും. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗ്രീഷ്മയ്ക്ക് ഇങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ പണ്ടേ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസ് ആൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ആൾക്ക് അതിനൊന്നും വയ്യായിരുന്നു, ഇപ്പോൾ രണ്ടാമതും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നൊരു കൊതിയാണ് അവൾക്ക് ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിക്കണേക്കാൾ കൂടുതൽ ആൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളവിടെ പരിപ്പുവട ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അമ്മ അപ്പുറത്ത് ചായയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേനും നല്ല പരിപ്പുവടയും ചായയൊക്കെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോഴേ ഇങ്ങനെ അവർ സെറ്റാക്കുന്നുണ്ടായിരുന്നു കേട്ടോ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ വരുമ്പോൾ നല്ല പഴംപൊരിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണേ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാവാറില്ല കേട്ടോ വൈകിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, അച്ഛൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ എന്തോ അവിടെ പണിക്കാരുള്ള കാരണം അവിടെ മുകളിൽ അവിടെ എന്തോ ചെയ്യുമായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ അടിച്ചു വരാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പണി എന്ന് പറയാൻ ഇത് തന്നെ ബാക്കിയുള്ളൂ. അപ്പോൾ അടിച്ചോര്, അത് കഴിഞ്ഞ് പിന്നെ വിളക്കൊളുത്തി കാട്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ.
അങ്ങനെ അതാ എൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ അതാ വിളക്കൊളുത്തി കാട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പം അമ്മയാണ് കേട്ടോ വിളക്കൊളുത്തി കാട്ടണത്. റീഷ്മയ്ക്ക് ഇപ്പോൾ 7 മാസം കഴിഞ്ഞ കാരണം അവൾ വിളക്കൊളുത്തുന്നില്ല, അമ്മ തന്നെയാണ് കേട്ടോ വിളക്കൊളുത്തി കാട്ടണത്. പിന്നെ വിളക്കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്താ, നാമം ചെല്ലുക തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ അവിടെ ഇരുന്ന് നാമം ചെല്ലുന്നുണ്ട്. ഞാൻ മേലെ കഴുകിയിട്ടില്ല, പിന്നെ എനിക്ക് ആദ്യമേ മേലെ കഴുകിക്കാണ്ട്, അപ്പോൾ ഞാൻ പിന്നെ ആ പരിപാടിയിലേക്കൊക്കെ കടന്നു കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് മേലെ കഴുകണം, പിന്നെ ആദീനെ മേലെ കഴുകിക്കണം, പിന്നെ അവനെ ഒന്ന് പഠിപ്പിക്കാൻ ഇരുത്തണം, ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിശേഷം. പിന്നെന്താ, നമ്മളെല്ലാവരും ചെയ്യണ പോലെ തന്നെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ടൈമോട് കൂടിയിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ, ക്ലീനിങ് വീഡിയോയിലോ അങ്ങനെ ഏതിലൊറ്റയാണ് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഇതിലെല്ലാം ഒന്നും ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. മാക്സിമം എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നല്ല കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു 6 മണി സന്ധ്യ ഫുൾ ടൈം എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി പ്രത്യേകിച്ചൊന്നും ഇൻക്ലൂഡ് ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സന്ധ്യാസമയം ഒരു വിളക്കൊളുത്തി കാട്ടൽ കഴിഞ്ഞാൽ അതങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഇതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.